ഹലോ ഗായ്സ്, ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ചേട്ടൻ, നിങ്ങളുടെയും ചേട്ടൻ, എൻ്റെയും ചേട്ടൻ തിരിച്ച് ജോലി സ്ഥലത്തോട്ട് പോയി. അപ്പം പോയിട്ട് തന്നെ ഏതാണ്ട് 2-3 ആഴ്ചയായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ വ്ളോഗ് അവിടെ നിന്നും ഇവിടെ നിന്നും എന്തൊക്കെയോ എടുത്തതേ ഉള്ളൂ. എല്ലാ പ്രാവശ്യത്തെ പോലെയും നമ്മൾ ആ ചടങ്ങ് തെറ്റിക്കാറില്ല. പോകുന്നതും വരുന്നതുമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ എടുത്തിരിക്കും. പക്ഷേ ഇപ്രാവശ്യം എന്തോ അങ്ങനെ വലുതായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താണ് ചേട്ടൻ പോയ ഷോർട്സ് നിങ്ങൾ കണ്ടാണ്, പക്ഷേ വ്ളോഗ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താണ്. സത്യമായി നമ്മളത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ ഇന്ന് വിചാരിച്ച് എന്തായാലും കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഇൻട്രോയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത്. ചേട്ടൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് പോയി അച്ചാറും അതുപോലെ ചിപ്സും. എപ്പോഴും നമ്മൾ നെയ്യാറ്റിൻകരയാണ് അച്ചാറും ചിപ്സും വാങ്ങിക്കാൻ പോകുന്നത്. അച്ചാറും ചിപ്സും വാങ്ങിക്കാൻ പോകുന്നത് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതൊരു വലിയ രസകരമായ ഒരു കഥയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ പോകുന്ന കുറച്ച് ഭാഗങ്ങളും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് തീരുമല്ല കാര്യങ്ങളൊക്കെ. നാളെ തിരിച്ച് ജോലിക്ക് പോകും, ജോലി സ്ഥലത്തോട്ട് പോകും. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് പോവാൻ. എവിടെ പോകണു ചേട്ടൻ? നെയ്യാറ്റിൻകര. എപ്പോഴും പോകുന്നത് നെയ്യാറ്റിൻകര. ചിപ്സ്, അങ്ങനത്തെ അച്ചാറ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം അച്ചാറൊന്നും വീട്ടിൽ വെച്ചില്ല. അമ്മയ്ക്ക് വയ്യായിരുന്നല്ല, അതുകൊണ്ടിട്ട് അങ്ങനെയൊന്നും വെച്ചില്ല. എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ഒരു ലബോറട്ടറിയിലാണ് ആദ്യം വരുന്നത്. ചേട്ടൻ്റെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിരുന്നത്. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുന്നത്തുകാൽ എവിടെ ഇരിക്കും. ഞാനിങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, എപ്പോൾ ഈ അമരവള വഴി പോയിരുന്നാലും ഈ ഒരു കടയിൽ നിന്ന് കുലുക്കി സർബത്ത് കുടിച്ചിരിക്കും. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതുമാത്രമല്ല, സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് അച്ചാറ് വാങ്ങിക്കുന്നത്. എല്ലാതരം അച്ചാറുകളുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടുത്തെ സർവത്ത് ഒരു സ്പെഷ്യലാണ്. അങ്ങനെ ഇവിടെ വന്ന് സർവത്തെ കുടിക്കുന്നത് എപ്പോഴും. അച്ചാറ് മേടിക്കാനാണ് ഇവിടെ നിന്ന് അച്ചാറൊക്കെ മേടിക്കുക. ഉപ്പിലിട്ട് എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ. ഇവിടെ ഫുള്ള് ഉപ്പിലിട്ട സാധനങ്ങൾ. ബാബാച്ചി നല്ല ഉറക്കം. ഇനി നമ്മൾ നേരെ നെയ്യാറ്റിൻകരയിൽ. ഇതാണ് അമരവിള പള്ളി. കാണാൻ പറ്റും. ഇവിടെ ക്രിസ്മസിനൊക്കെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ല. ചേട്ടൻ വന്നു, ഞാനൊന്നും വന്നില്ല. അപ്പം ഡെലിവറി കഴിഞ്ഞ് അപ്പോൾ കുറേ നാളായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താ പറയുക, ചേച്ചിയുടെ ഫേസിൽ നേരത്തെ ഉണ്ടായിരുന്ന പിമ്പിൾസ്, ആഗ്നി മാർക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എനിക്ക് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഒത്തിരി നിറച്ച് പിമ്പിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഹിമാലയയുടെ പ്യൂരിഫയിങ് നീം ഫേസ് വാഷ്. ഞാനങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല, എങ്കിലും ഈ ഒരു ഫേസ് വാഷ് എനിക്ക് മസ്റ്റാണ്. പിന്നെ ഹിമാലയ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് കൂടെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതും കൂടെയാണ്. പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണിത്. ഇതിൽ 100% നാച്ചുറൽ ഡിറൈവ്ഡ് നീം അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ തടഞ്ഞ് ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കും. ഫസ്റ്റ് വാഷിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇത് 99.9% പിമ്പിൾ കോസിങ് ബാക്ടീരിയ ഇല്ലാതാക്കുന്നതുമാണ്.
മുഖം കഴുകി സ്മാൾ എമൗണ്ട് ഫേസ് വാഷ് എടുത്ത് നന്നായി മുഖം മസാജ് ചെയ്ത് വെള്ളമിട്ട് കഴുകുക. എൻ്റെ ഓയിലി സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ജെൻറ്റിൽ ക്ലെൻസറാണിത്. ഇതിന് നല്ലൊരു സ്കിൻ ഫ്രണ്ട്ലി pH ഉള്ളത് കൊണ്ട് സ്കിന്നിന് ഭയങ്കര ജെൻറ്റിലും പിമ്പിൾസിന് ഹാർഷുമായിട്ടും ഇത് വർക്ക് ചെയ്യും. ഇത് സോപ്പ് ആൻഡ് പാരഫൻ ഫ്രീ ആണ്. ഡെയിലി 2 times ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിമ്പിൾസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ആമസോൺ, നൈക, ഫ്ലിപ്കാർട്ട്, ഹിമാലയാസ് ആപ്പ് ആൻഡ് വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ വാങ്ങിയാൽ 30% ഓഫ് കിട്ടുന്നതാണ്. എന്തായാലും ആരും തന്നെ മിസ് ചെയ്യരുത്. നല്ലൊരു റിസൾട്ട് തരുന്ന അടിപൊളി പ്രോഡക്റ്റ് ആണ്. ചേട്ടന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കാലഘട്ടമാണ് സുവർണ കാലഘട്ടം അല്ലേ ചേട്ടായി? ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ചേട്ടൻ പയ്യന്മാരായിട്ട് പോകും, അല്ലാതെ ഫാമിലി ആയിട്ടല്ലേ പോകാൻ പറ്റും. നമ്മൾ നെയ്യാറ്റിങ്കര പോയി കൃഷ്ണൻകോവിൽ വഴി കറങ്ങി അടിച്ച് വന്നു. അപ്പോൾ വന്നപ്പം അവിടെ കാർ ഒതുക്കിയിടാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ചിപ്സ് കടയിൽ നിന്ന് അവിടെ നിന്നൊന്നും പറ്റലോ അങ്ങനെയൊന്നും വാങ്ങിയില്ല. നേരെ തിരിച്ച് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് തന്നെ സാധനം വാങ്ങിക്കേണ്ടി വന്നു. എല്ലാ പ്രാവശ്യത്തെ പോലെയും ചിപ്സും മിച്ചറും പക്കാവട, കടല അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് ചേട്ടൻ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ കൊണ്ടുപോകുമ്പം തന്നെ കൂടെയുള്ളവർക്ക് കൊടുക്കുമ്പം ചേട്ടനൊന്നും കിട്ടൂല എന്നും പറയും. അതുകൊണ്ട് ഞാൻ അധികം കൂടുതലെടുത്ത് അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിൽ എത്തി. ഒരുത്തേത് വേണ്ട ഇനി പോവാന്ന്, ഒരുത്തേ അംഗൻവാടിയിലൊക്കെ പോയിട്ട് വന്ന് ഇനി അവന് കറങ്ങാൻ പോവാന്ന് അടുത്ത്. അയാളിതാ വണ്ടി കയറിപ്പോണ്ട് നേഴ്സറി പോയിട്ട്. അച്ഛനും മോനും കൂടെ കറങ്ങാൻ പോകും. നമുക്ക് പോവാം കറങ്ങാൻ. ഇറങ്ങിയോ എന്നിട്ട് കയറാം. അമ്മ ഇറങ്ങട്ടെ. വിഷ്ണു ഇങ്ങനെ പിടിച്ചിട്ട് അവളെ സോക്സ് ഒറ്റ 2 എണ്ണം അങ്ങ് പാലഴിയിൽ കിടക്കണം. ആര് വന്നിരിക്കണ മക്കളെ? ആരൊക്കെ വന്നിരിക്കണേ? ആര് പപ്സ് കഴിക്കാത്തെ? സ്ട്രീറ്റ് വീഡിയോഗ്രാഫറാണോ? പാവ ചേട്ടൻ എന്തൊക്കെയോ കഴിക്കണമെന്നുണ്ടായിരുന്നു. വ്ളോഗ് ചേട്ടൻ എന്തൊക്കെയോ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇഡലി ചമ്മന്തിയിലൊക്കെ ഒതുക്കി. ചേട്ടൻ്റെ മുഖം കണ്ടില്ല, വിഷമം. എൻ്റെ മുഖത്ത് ചേട്ടൻ പറയണ വിഷമമൊന്നും ഇല്ലെന്ന്. നമുക്കിങ്ങനെ വിഷമൊക്കെ എപ്പോഴും കാണിക്കാൻ പറ്റുമോ? പിന്നെ കുഴപ്പമില്ല. എന്താ പറയുക, കുറച്ച് മാസം, എത്ര മാസം കഴിഞ്ഞ് വരും? 3-4 മാസം കഴിഞ്ഞ് വരില്ലേ? 3-4 മാസം കഴിഞ്ഞ് വരും. അല്ലെങ്കിൽ 6 മാസമൊക്കെ ആയിരുന്നു. ഇപ്പം പെട്ടെന്ന് വരുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അധികം വിഷമം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം വൈകുന്നേരം 7 മണിക്കല്ലേ ഫ്ലൈറ്റ്. 7 മണിക്ക് ഫ്ലൈറ്റ്. ചേട്ടൻ റെഡിയായി നിൽക്കുന്നു. 4 മണിക്ക് 3 മണിയായപ്പോഴേ റെഡിയായി നിൽക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് പോയാൽ ഇല്ല, ഇവിടെ നിന്ന് പോയാൽ മതി. എൻ്റെ രക്ഷപ്പെട്ടാൽ മതിയോ? അപ്പോൾ ചിച്ചു ചേട്ടൻ കൊണ്ടുവന്ന സാധനത്തിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് വരുന്നു. സാധാരണ ചേട്ടൻ 15 കിലോയിൽ കൂടുതൽ കൊണ്ടുപോകില്ല. ഇപ്പോഴ് എയർ ഇന്ത്യയിലല്ലേ, എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇൻഡിഗോയിൽ 15 കിലോ പറ്റുള്ളൂ. എയർ ഇന്ത്യയിൽ നമുക്ക് തോന്നണം 25 കിലോ പറ്റും. 25 കിലോ പറ്റും. ഇപ്പോൾ അത് വെയിറ്റ് നോക്കിയിട്ട് വരുന്നത്. വെയിറ്റ് എടുത്തപ്പം പിച്ചുൻ്റെ കൈക്ക് ഫ്രാക്ചർ പറ്റി. 2 ദിവസം കൊണ്ട് പെരുക്കി വെച്ചിരിക്കണം മസിലൊക്കെ. നമ്മളെ അനുവിൻ്റെ അച്ഛന് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ സൈഡിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ട്. മഴ പെയ്തപ്പോൾ മാമനൊന്നും പിടിക്കണ്ടെന്ന് പറയുന്നു. മാമന് ഇതൊക്കെ കാണുമ്പോൾ ഒരു നാണമായിരിക്കും തോന്നുന്നത്.
അമ്മയാണെങ്കിൽ കാരിപ്പട്ടി ഫ്രിഡ്ജിലിരിക്കണ. ട്രെയിനിൽ പോണ? ആര് പോണ്? ചുമ്മാ കൂടെ നിക്കർ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കണം. പിന്നെ അവൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ പിന്നെ ഇട്ട് കൊടുത്ത്. അവനെ കൊണ്ടുപോകണില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ചേട്ടൻ പറയണ ചേട്ടന് ഭയങ്കര വിഷമാവും. എല്ലാ പ്രാവശ്യം വിളിക്കാൻ പോകുമ്പോൾ മാത്രമേ അവനെ കൊണ്ടുപോകുള്ളൂ. 2 വർഷം കൂടെ കഴിഞ്ഞ് ഇവളും പറയും 2 വർഷം കഴിയുമ്പോൾ അടുത്ത് കരയാ അവള് റെഡി ആയിരിക്കും. നീ എവിടെ പോണേ? എവിടെ പോണേ? അച്ഛൻ പോണ? എല്ലാ പ്രാവശ്യവും ലക്കിയ ചേട്ടൻ ഒരു റൗണ്ട് അടിക്കാൻ കൊണ്ടുപോയി. പ്രാവശ്യവും അതുപോലെ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ലക്കിക്ക് ഒരു സമാധാനമില്ല, ചേട്ടനും ഒരു സമാധാനമില്ല. 2 വർഷം കഴിയുമ്പോൾ നിൽക്കുമ്പോളും 2 വർഷം കഴിയുമ്പോൾ കരയാൻ വേണ്ടി റെഡി ആയിട്ട് ഇതാ ഇവിടെ വിളിച്ചു. വീട്ടിലെത്തിയപ്പോ പാറിയോ അവന്റെ വൈദ്യ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനലിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ്. അപ്പോൾ ഒരു ഫാമിലി ചാനലിനെ സംബന്ധിച്ച് ആ ഒരു നമ്മളുടേതായ നല്ല കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങളെന്നല്ല, മോശപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ സന്തോഷകരമായ കാര്യങ്ങൾ, അതും വ്ളോഗിട്ട് ആരെയും വെറുപ്പിക്കുകയും ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, എന്തോന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ എടുത്ത് ഇടുക എന്നതാണ്. അത് പണ്ട് മുതലേ ഫാമിലി ചാനൽ തുടങ്ങിയ സമയം മുതലേ എല്ലാ ഫാമിലി ചാനലുകാരും അവരുടെ വീട്ടുകാരും ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ നിക്കിയുടെ ഫസ്റ്റ് വാക്സിനേഷൻ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേനാണ് ഒരു കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പം
വേറെ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ബൈ.